പിന്നെ ചില നെഗറ്റീവ് കമൻസുകളും അതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും കാണാൻ ദൈവം എന്നൊരാൾ മേലെയുണ്ട്. നീ എന്താ വിചാരിച്ചത്? ആ പെണ്ണും പിള്ള മരിച്ചിട്ട് നിനക്കും ഭാര്യയ്ക്കും സുഖമായി ജീവിക്കാമെന്നോ? ഒന്നും ആര് മറന്നാലും ദൈവം മറക്കില്ല. കാമുകിയെ ഭാര്യയാക്കാൻ ആദ്യ ഭാര്യയെ കേൾക്കണം അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതിൻ്റെ ശാപമാണ് ഉല്ലാസേ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. അതിക്രൂരമായ ഒരു വേട്ട, അത് എന്താണെന്നില്ലേ, അത് നിങ്ങളത് കണ്ടു തന്നെ മനസ്സിലാക്കും. നമുക്ക് അത് കാണുമ്പോൾ പിന്നാലെ കുറച്ച് കാര്യങ്ങൾ പറയാം. കഴിഞ്ഞ ഏപ്രിൽ 20 അതായത് ഈസ്റ്ററിൻ്റെ അന്ന് വൈകുന്നേരം എനിക്കൊരു സ്ട്രോക്ക് ഉണ്ടായി. അതുമായിട്ട് സംബന്ധിച്ച് ഇടതേ കാലിനും ഇടതേ കൈക്കും ഇച്ചിരി സ്വാധീനക്കുറവൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ചാനലിലെ പ്രോഗ്രാമിന് ഒന്നും പങ്കെടുക്കാൻ പറ്റാത്തതും. പുള്ളിക്ക് സ്ട്രോക്ക് വന്നു. അത് ഇപ്പം സ്വാഭാവികമായിട്ട് സ്ട്രോക്ക് എന്നുള്ള കാര്യം എങ്ങനെയാണ് വരുന്നതെന്നുള്ള കാര്യം നിങ്ങളൊക്കെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ വീഡിയോസ്, അതുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ പർപ്പസുള്ള വീഡിയോസ് ഒത്തിരി നമ്മുടെ യൂട്യൂബിലും അല്ലാതൊക്കെ നമുക്ക് സജീവമായിട്ട് അവൈലബിൾ ആണ്. ആർക്കും ഏത് സമയത്തും വരാൻ സാധ്യത ഉള്ളതാണ് രോഗങ്ങൾ. അത് ഏത് രോഗമാവാം, സ്ട്രോക്ക് ആവാം, ഹാർട്ട് അറ്റാക്ക് ആവാം, മൈൽഡ് ഹാർട്ട് അറ്റാക്ക്, മേജർ ആയിട്ടുള്ളതും പലതും വരാം. സോ പല ആൾക്കാരും നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ മരണപ്പെട്ടു പോകുന്ന അവർക്ക് അതുവരെ ഇല്ലാത്ത ചില രോഗങ്ങൾക്ക് പെട്ടെന്ന് പിടിപെട്ടിട്ടൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ രോഗത്തിൻ്റെ കാര്യം ആർക്ക് വന്നിരുന്നാലും ആ രോഗം വന്ന വ്യക്തിയെ രോഗത്തിൻ്റെ പേരും പറഞ്ഞ് കളിയാക്കുന്ന ആ ഒരു പ്രവണത ഒട്ടും നല്ലതല്ല. ഒട്ടും നല്ലത്. ഈ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിലുള്ള കാണിച്ചു തരാം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു തീവ്രത മനസ്സിലാവുക. നോക്കുക, നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും കാണാൻ ദൈവം എന്നൊരാൾ മേലെയുണ്ട്. നീ എന്താ വിചാരിച്ചത്? ആ പെണ്ണും പിള്ള മരിച്ചിട്ട് നിനക്കും ഭാര്യയ്ക്കും സുഖമായി ജീവിക്കാമെന്നോ? ഒന്നും ആര് മറന്നാലും ദൈവം മറക്കില്ല എന്ന് പറയുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? എന്താണ് ഇതിൻ്റെ ഒരു ചേതോവികാരം? ആ പുള്ളിക്കാരൻ വേദനയുടെ അങ്ങ് പീക്കിൽ നിൽക്കുന്ന സമയത്ത് അയാൾ എന്താണോ ചെയ്തതെന്നുള്ള കാര്യം 100% അറിയാതിരിക്കെ അയാളെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് എങ്ങനെ കഴിഞ്ഞില്ല. കാമുകിയെ ഭാര്യയാക്കാൻ ആദ്യ ഭാര്യയെ കേൾക്കണം അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതിൻ്റെ ശാപമാണ് ഉല്ലാസേ. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കി എന്ന് പറയുന്നു. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഈ വിധി നീ ഇരന്ന് വാങ്ങിയതാണ്. മനസ്സിലാവുന്നുണ്ടോ? പുതിയ മണവാട്ടി, നല്ല രാശി, വന്നു കയറിയപ്പോഴേ ലിംഗം കുഴഞ്ഞു വന്നു. ഈ പല സ്ത്രീകളും പല വിവാഹം കഴിഞ്ഞുകൊണ്ട് നമ്മുടെ പുരുഷന്മാരുടെ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ടിരുന്ന പരിപാടി ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പരിപാടി ഇങ്ങനെ സ്ത്രീ വന്നു കയറിയാൽ ആ വീട് മുടിഞ്ഞു പോകുന്നുള്ള രീതിയിലേക്ക് പറയാം. നല്ലതാവുകയാണെങ്കിൽ അവളുടെ കഴിവുകൊണ്ടോ അവൾ വന്നു കയറി ഐശ്വര്യം കൊണ്ടാണെന്നെങ്കിലും പറഞ്ഞു കേൾക്കാറില്ല. എങ്കിലും ആ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം ഈ പറഞ്ഞ അവിടുത്തെ ടോയ്ലറ്റ് ഇടിഞ്ഞു വീണാൽ പോലും അത് വന്നു കയറിയ പെണ്ണിൻ്റെ ദോഷമാണെന്നും പറയും. ഇനി വേറൊരു കാര്യം, ഈ നമ്മുടെ പുരുഷന്മാരെ ഇനി പെൺവീട്ടിലേക്ക് ചെന്ന് കയറുന്നൊരു സാഹചര്യം ഉണ്ടാവാത്തതുകൊണ്ടാണ് കേട്ടോ. അത് ഉണ്ടാകുന്ന സമയം മുതൽ ഇത് മാറും. അപ്പം വന്ന് കയറിയതിൻ്റെ അത് ചിലപ്പം പറഞ്ഞൊന്നും വരാം കേട്ടോ, അതോടുകൂടി തന്നെ പറയാം. ഓക്കെ, ഒരു അഹങ്കാരവും തലക്കരവും ഇല്ലാത്ത വ്യക്തി ആണ് അടിമാലിയെ പോലെ. എന്നിട്ടും ദൈവമൊക്കെ ഇങ്ങനെ കൊടുത്തു. എല്ലാവരും പറയുന്നത് ശിക്ഷ കിട്ടിയെന്നാണ്. നിങ്ങൾക്ക് ആ അഭിപ്രായം ഉണ്ടോ? പിന്നെ 1 കൊല്ലം കാത്തിരിക്കാൻ പറ്റിയോ നിനക്ക് പെണ്ണ് കെട്ടാൻ വേണ്ടിയിട്ട് 1 വർഷം പോലും ഇദ്ദേഹം കാത്തിരുന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ആർത്തി അല്ലേ നീ പരിപാടി അവതരിപ്പിച്ചാൽ ലോകം അവസാനിക്കില്ല. മണിച്ചേട്ടൻ പോയി, അതിലും വലുതാണോ നീ? കമ്പാരിസൺ ആണ്. അതായത് മണിച്ചേട്ടനെ കാട്ടിലൊന്നും വലുതല്ല താങ്കൾ, അതുകൊണ്ട് നീ ഇനി എന്ത് ചെയ്താൽ എന്താണെന്നുള്ള രീതിയിലേക്ക് ക്രൂരമായി ഇങ്ങനെ പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അതിനിടയിൽ സംഭവിച്ച കാര്യങ്ങളും ഇദ്ദേഹത്തിന് അതിനകത്ത് പങ്കുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യത്തില്ലേ? ഇദ്ദേഹം നിയമത്തിൻ്റെ മുമ്പിൽ ശിക്ഷ അനുഭവിക്കേണ്ട വ്യക്തിയല്ലേ? അപ്പോൾ പിന്നെ അദ്ദേഹം ഇങ്ങനെ നമുക്കിടെ ജീവിക്കുന്നെങ്കിൽ അങ്ങനെ തെറ്റുണ്ടാകുന്നു. കേരള പോലീസ് അത്രത്തോളം ബലഹീനതയുള്ളവരാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കഴിവില്ലാത്തവരാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? കേൾക്കാം. കാണാത്തതും പിന്നെ സോഷ്യൽ മീഡിയയിൽ ഈ 2-3-4-5 ദിവസമായിട്ട് ഇത് അറിഞ്ഞത്. പ്രത്യേകിച്ച് ഞാൻ ഇത് രഹസ്യമാക്കി വെച്ചിരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പോയിന്റ് കേട്ടോ. ഇദ്ദേഹം ഇത് പബ്ലിക്കിലേക്ക്, ഇദ്ദേഹത്തിൻ്റെ അസുഖ വിവരം പബ്ലിക്കിലേക്ക് അറിയിക്കാത്തതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഈ ഒരു കാരണം തന്നെയാണ് വല്ലാതെ വേദനിപ്പിക്കുന്നൊരു കാരണം. സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അനാവശ്യമായ കമൻറ്റുകൾ വരും. അറിഞ്ഞത് പ്രത്യേകിച്ച് ഞാൻ ഇത് രഹസ്യമാക്കി വെച്ചിരുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ അനാവശ്യമായ കമൻറ്റുകൾ വരും എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് മാറിയുന്നത്. പിന്നീട് ആലോചിച്ചപ്പോൾ എന്തിനാണത് ആവശ്യമില്ല. പിന്നെ ലക്ഷ്മി നക്ഷത്ര ഇടയ്ക്ക് ഒരു കടയാട ഷോ അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിൻ്റെ അകത്തൊരു അതിനകത്ത് നമുക്ക് വേണം ഇങ്ങനെ ചിന്തിക്കാം. അതായത് ഇത് ഇത്രയും നാൾ വളരെ സജീവമായിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന വ്യക്തി,
ആ പ്രോഗ്രാംസ് എല്ലാം അവതരിപ്പിക്കുന്ന സമയത്തെല്ലാം അത് സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം പ്ലാറ്റ്ഫോമുകളിലും ഇത് അപ്ലോഡ് ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അറിയാത്ത ഒരാളൊന്നുമല്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ അകത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ രോഗാവസ്ഥയിലേക്ക് എത്തിയ സമയത്ത് അത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാത്തതോ മറ്റുള്ളവരെ അറിയിക്കാത്തതോ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻസും അദ്ദേഹത്തിനെതിരെ മോശമായ കാര്യം പറയുമെന്നുള്ളൊരു ചിന്തയാണ്. ആ ചിന്ത എന്തിനാണ് അദ്ദേഹത്തിന് വന്നെന്നുള്ള ഒരു ചിന്ത എനിക്ക് തോന്നി. അതെന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? നമ്മുടെ ഭാഗത്തൊരു മിസ്റ്റേക്കോ നമ്മളൊരു തെറ്റ് ചെയ്യുകയോ ഒരു പ്രശ്നമോ നമ്മുടെ അടുത്ത് ഒരു തെറ്റുമില്ല. നമ്മുടെ നല്ലതും ചീത്തയും എല്ലാ സംഭവം സോഷ്യൽ മീഡിയ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അറിയിക്കേണ്ടെങ്കിൽ ആരും അറിയിക്കരുത്, അത് അവരവരുടെ ഇഷ്ടമാണ്. എങ്കിലും അങ്ങനെ ഒരു സംഭവത്തിൻ്റെ അകത്ത് ഈ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് മാറുമെന്നൊരു ചിന്ത കൊണ്ട് ഞാനതൊന്നും അറിയിച്ചില്ല എന്ന് പറയുന്നത് അതെന്തിനാണെന്നുള്ളത് എനിക്കത് മനസ്സിലാവുന്നില്ല. അദ്ദേഹം എന്തിനങ്ങനെ ചിന്തിച്ചു? സോഷ്യൽ മീഡിയയിൽ എന്ത് കാര്യത്തിലാണ് നെഗറ്റീവ് പറയുന്നത്? അദ്ദേഹം തെറ്റ് ചെയ്യാത്തൊരു കാര്യത്തിൽ സമൂഹം മൊത്തത്തിൽ നിന്ന് കുറ്റം പറഞ്ഞിരുന്നാലും താൻ തെറ്റ് ചെയ്യാത്രത്തോളം കാലം സമൂഹത്തിൽ എന്തിനാണ് ഭയക്കണം? സമൂഹത്തിൽ എന്തിനാണ് പേടിക്കണം? എന്തിനാണ് കമൻറ്റുകൾ നമ്മൾ കമൻറ്റ് ഇടുന്നു എന്നുള്ളൊരു ഭയം കൊണ്ട് നമ്മൾ അത് ചെയ്യാതിരിക്കണം? അതൊരു ചോദ്യമാണ് കേട്ടോ. അറിയില്ല എന്താണ് കാരണമെന്ന് അറിയത്തില്ല. പിന്നെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചു. അത് നമ്മുടെ വൈറ്റ് ഗോൾഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ റോയ് സാറിൻ്റെ ജ്യേഷ്ഠൻ ബാബു സാറിൻ്റെ സ്ഥാപനമാണ് വൈറ്റ് ഗോൾഡ്. അപ്പോൾ അദ്ദേഹം എന്നെ ക്ഷണിച്ചു. ലക്ഷ്മി ഉല്ലാസിനെ കൊണ്ട് നമ്മുടെ ഒരു ഷോപ്പ് അങ്ങ് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ ആ തീരുമാനം വളരെ നല്ല തീരുമാനമാണ്. ഒരാൾ ഒരു ഏറ്റവും വലിയ ഗതികെട്ട അവസ്ഥയിലിരിക്കുന്ന സമയത്ത് അയാളെ ഒന്ന് കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചിരുന്നാലും അത് വളരെ വലിയൊരു കാര്യമാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. സമൂഹത്തിൽ മറ്റൊരു ചില പ്രവണതകളോടുണ്ട്, അതുകൂടെ ഞാൻ പറയാതിരിക്കാൻ വൃത്തിയില്ലല്ലോ. ചില സ്ഥലങ്ങളിലെങ്കിലും ചില ആൾക്കാരെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ചില പബ്ലിക് ഫിഗേഴ്സിനെ കൊണ്ടുവരുന്ന സമയത്ത് നല്ല പേയ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. എന്നാൽ ചില സ്ഥലങ്ങളിലെങ്കിലും കൂടുതൽ അറ്റൻഷൻ, റീച്ച്, ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളൊരു കാരണം കൊണ്ട് പലതരത്തിലുള്ള ആൾക്കാരെ സമീപിക്കും. ഞാൻ അങ്ങനെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അങ്ങനെ കൊണ്ടുവരുമ്പോഴേക്കും അതിനകത്ത് പലതരത്തിലുള്ള ഇമോഷണൽ കണക്ഷൻസ്, ആൾക്കാരിലേക്ക് ഇത് എത്താൻ പല കാരണങ്ങളുണ്ടാകും. ഒന്ന്, ആ വ്യക്തിയിലുണ്ടാകുന്ന ഓരോരോ കാര്യങ്ങളും സമൂഹം ചർച്ച ചെയ്യും. പക്ഷേ ആ സമയങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതോടൊപ്പം തന്നെ അവരുടെ പ്രൊമോഷൻ എന്നുള്ള സാധനം 100% പെർഫെക്റ്റ് ആയിട്ട് അത് വിജയിക്കുകയും ചെയ്യും. ഇപ്പോൾ ഉല്ലാസ് പന്തളത്തിനെ ഇത്രയും നാൾ എങ്ങും കാണാതിരുന്നു, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയാതിരുന്നു. അതേ സമയത്ത് ഈ പറയുന്ന പ്രൊമോഷൻ സ്ഥലത്തേക്ക് അദ്ദേഹത്തിന് കൊണ്ടുവന്ന സമയത്ത് സംഭവിച്ചെന്താ, അദ്ദേഹത്തിൻ്റെ അസുഖ വിവരങ്ങളടക്കം അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയും എല്ലാ കാര്യങ്ങളും അറിയുകയും എല്ലാ ആൾക്കാർക്ക് അറിയാനുള്ള ക്യൂരിയോസിറ്റി കാരണം അത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നടന്നത് വളരെ ഒരു ബ്രാൻഡ് പ്രൊമോഷൻ കൂടെയാണ്. കാരണം അദ്ദേഹം എവിടെയാണോ പോയത് അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട് വൈറ്റ് ഗോൾഡിൻ്റെ. അപ്പം ആ ഒരു പ്രോഡക്റ്റ്, ആ ഒരു സ്ഥാപനത്തിന് അത് വൻ റീച്ച് തന്നെയാണ്. സോ നല്ലത് തന്നെ. എനിക്കൊരു സന്തോഷമാണ്. ഞാൻ കുറേ നാൾ കൊണ്ട് വീട്ടിലിങ്ങനെ ഇരിക്കുകയല്ലേ, അപ്പം ഞാനും വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇത് സോഷ്യൽ മീഡിയയിൽ വരികയും എൻ്റെ ഈ രോഗാവസ്ഥയെക്കുറിച്ച് അറിയുകയും ചെയ്തു. പലരും അന്നുതൊട്ട് വിളിക്കുന്നുണ്ട്, സ്നേഹമുള്ളവരൊക്കെ എന്നെ വിളിച്ച് വിവരങ്ങൾ ഇന്ന് വരെ വിളിച്ച് തിരക്കുന്നുണ്ട്. എല്ലാവരുടെ പിന്തുണയുണ്ട്. പിന്നെ ചില നെഗറ്റീവ് കമൻസുകളും അതിനകത്ത് വരുന്നുണ്ട്. അതൊന്നും നമ്മൾ നോക്കുന്നില്ല. എന്നാലും ഇതുവരെ എൻ്റെ ഈ കലാരംഗത്ത് എനിക്ക് തന്ന സപ്പോർട്ട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഒരു മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ലോ എന്ന് നമുക്കറിയാത്തടത്തോളം കാലം അയാളെ കല്ലെറിയേണ്ട കാര്യമില്ല. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയൂ എന്ന് പറയുന്നത് പോലെയാണ്. നമ്മളെല്ലാവരും ദൈനംദിന ജീവിതത്തിൻ്റെ അത് നമ്മൾ അറിഞ്ഞോ അറിയാതെ ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. അങ്ങനെ കടന്നു പോകാതിരിക്കാൻ പറ്റത്തില്ല. 100% നിഷ്കളങ്കമായിട്ട് 100% തെറ്റുകൾ ചെയ്യാതെ 100% പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കോ എനിക്കോ ജീവിക്കാൻ കഴിയില്ല. ഈ ഭൂമിയിൽ ഒരിക്കലും കഴിയില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ റീപ്രൊഡക്ഷൻ ഉണ്ടാകത്തില്ല, ഈ ഭൂമിയിൽ ഒരു മനുഷ്യജീവി ഉണ്ടാകത്തുകൂടിയില്ല, ഇവിടെ ബിസിനസ് ഉണ്ടാകത്തില്ല, ഇവിടെ മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളും ഉണ്ടാകത്തില്ല, മുന്നേറ്റം എന്നുള്ള സാധനമേ വരത്തില്ല. അപ്പം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പലതരത്തിലുള്ള ഇതുപോലുള്ള മിസ്റ്റേക്കുകളും കുഴപ്പങ്ങളും കൂടെ തന്നെയാണ് എല്ലാം സംഭവിച്ചിട്ടുള്ളത്. ചില മിസ്റ്റേക്കുകളുടെ ഇപ്പം റോൺജൻ തന്നെയാണോ ഓക്കെ നമ്മുടെ ഈ എക്സ്റേ കണ്ടുപിടിച്ചത് അദ്ദേഹത്തിൻ്റെ അബദ്ധത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കൈ അവിടെ കൂടെ പോകുന്ന ഒരു റെയിലിൻ്റെ അടയിൽ വെച്ച് നോക്കിയപ്പോഴേക്കും സംഭവം അത് കഴിഞ്ഞും അതിൻ്റെ അകത്തുള്ള ബോണിൻ്റെ സംഭവങ്ങൾ കാണാൻ പറ്റും. റോൺജൻ അല്ലേ എക്സ്റേ കണ്ടുപിടിച്ചത്? തെറ്റാണ്, തിരുത്താട്ടോ. അപ്പം കാരണം PSC ഒക്കെ പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എൻ്റെ പണ്ടത്തെ ഓർമ്മ വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം അങ്ങനെയാണ് മിസ്റ്റേക്കിലൂടെയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിനും ലോകത്തിനും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിസ്റ്റേക്കിലൂടെ അല്ലാതെ നമുക്കാരും കടന്നു പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. പിന്നെ ഇത് ഒരു ഗുരുതര ആരോപണമാണ് അദ്ദേഹത്തിൻ്റെ മേൽ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മുൻ വൈഫിനെ അദ്ദേഹം അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കി പുതിയ ഭാര്യയോടൊപ്പം ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞു. വിവാഹം അദ്ദേഹത്തിൻ്റെ വൈഫ് മരിച്ച് 1 വർഷത്തിന് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം വേറെ കെട്ടി. എന്താ 1 വർഷം കഴിഞ്ഞാൽ കെട്ടിക്കൂടാന്ന് വല്ല നിയമമല്ലോ ഉണ്ടോ? ഇവിടെ വിധവകൾക്കും അതോടൊപ്പം തന്നെ ഈ ഭാര്യ നഷ്ടപ്പെട്ട ആൾക്കാർക്കും ഉണ്ടല്ലോ പ്രത്യേക സംഹിത ഉണ്ടാക്കണം. വിധവകൾ ഇങ്ങനെയൊക്കെ ജീവിക്കണം. നമ്മുടെ ഈ ഭാര്യ നഷ്ടപ്പെട്ടുള്ള വ്യക്തി അദ്ദേഹം ഇങ്ങനെയൊക്കെ ജീവിക്കണം. അതുപോലെ തന്നെ ഡിവോഴ്സികൾ
ഇങ്ങനെ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാവൂ, അവർക്ക് ഡ്രസ് കോഡ് ഉണ്ടാക്കണം, അവർ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകാം, ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് പോയിക്കൂടാ എന്നതുള്ള ഒരു ഡ്രസ് കോഡ് അടക്കം ഉണ്ടാക്കണം. 1 വർഷം കഴിഞ്ഞ് വിവാഹം കഴിച്ച് എന്താ പ്രശ്നം? ഈ കൂട്ടർ ഇദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ആരും കൂടെ പോകും? അദ്ദേഹത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളുടെ അകത്ത് ആരെങ്കിലും കൂടെ നിൽക്കുമോ? അദ്ദേഹത്തിന് ഉണ്ട്, ഒരു മനുഷ്യജീവിയാണ്, ബയോളജിക്കൽ നീഡ്സ് ഉണ്ടാവും, മറ്റ് പലതരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടാവും, ആവശ്യങ്ങളുണ്ടാവും, അതിൻ്റെ കൂട്ടുണ്ടാവണം. മറ്റേത് ആരോപണമാണ്, ആളുടെ മേൽ നിൽക്കുന്ന ആരോപണമാണ്, ആളുടെ വൈഫിനെ കൊന്നു എന്നൊക്കെ പറയാൻ നമുക്ക് എന്ത് റൈറ്റാണ് ഉള്ളത്? അല്ലെങ്കിൽ നമ്മൾ തെളിയിക്കണം, നമ്മുടെ മുമ്പിൽ പ്രൂഫ് വേണം, മറ്റുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അയാളെ ഈ നിമിഷത്തിൽ തന്നെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇല്ലല്ലോ, അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ആരോപണങ്ങളല്ല. അപ്പം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇദ്ദേഹത്തിനെ കുറിച്ച് മുൻപ് വീഡിയോ ചെയ്ത സമയത്തും എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന കമൻറ്റാണ്, നിങ്ങൾക്ക് എന്തറിയാം, ഇവരെ വെളുപ്പിക്കുകയാണോ, നിങ്ങൾക്ക് എന്തറിയാം, ഇവൻ മഹാ ഫ്രോഡാണ്, മറ്റതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങനെയാണ്. ഓരോ പരിപാടികളിലും മറ്റുള്ളവരെ കളിയാക്കി അഭിനയിക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. പുതിയ പുതിയ കമൻറ്റുകളാണ്. ഓക്കെ, എല്ലാവർക്കും ഓരോ തരത്തിൽ സംഭവം. നമ്മുടെ മനുഷ്യരായിട്ടാണ് കമൻറ്റ് ഇട്ടേക്കണം. എത്രയും പെട്ടെന്ന് തന്നെ പരിപൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് കലാജീവിതത്തിൽ തിരിച്ചു വരാൻ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, നിറഞ്ഞ പ്രാർത്ഥന, നല്ല മനോബലത്തോടെ ഇരിക്കും ഉല്ലാസം എന്ന് പറഞ്ഞ്. മനുഷ്യട്ടൻ നല്ലൊരു വ്യക്തിയാണ്, എനിക്കറിയുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് സെറിബ്രൽ പാഴ്സി എന്തൊരു സംഭവം ഉണ്ടല്ലോ, മറ്റേ ഇവിടെ ഇങ്ങനെ ചുണ്ട് കോടിപ്പോകുന്ന ഒരു അവസ്ഥ മുമ്പൊരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ അന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹം അതിൽ നിന്ന് റിക്കവറായിട്ട് വന്നിട്ടുണ്ട്. സ്ട്രോക്കൊക്കെ വരും, അത് നന്നായി ട്രീറ്റ് ചെയ്താൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു കാര്യം കൂടിയാണ്. സോ ഇതിൻ്റെ അകത്ത് നല്ലതും മോശവുമായിട്ടുള്ള പലതരത്തിലുള്ള കമൻറ്റുകളും വരുന്നുണ്ട്. ആ കമൻറ്റുകളെ ഭയന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തിനെ ഒളിച്ചു കടത്തുന്ന ഒളിച്ചിരിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾക്ക് അതിനോട് യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓരോ മനുഷ്യന്മാരെക്കുറിച്ചും ആരോപണങ്ങൾ വരും. വളർച്ചയുടെ പീക്കിലെത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കല്ലറികൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷെ അതിനെ നമ്മൾ ആ ഒരു സെൻസിൽ മാത്രം കണ്ടു വിടുക എന്നുള്ള കാര്യം. കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്താ പ്രശ്നം? നമ്മൾ അഭിമുഖീകരിക്കുക, ഫേസ് ചെയ്യുക, നമ്മൾ എത്രയും പെട്ടെന്ന് അസുഖത്തിൽ നിന്നും റിക്കവറായി വന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ എന്താണോ നമ്മുടെ കലാപ്രവർത്തനം അതിൽ നിൽക്കുക. പിന്നെ ഈ കലാകാരന്മാരെന്നുള്ള സംഭവത്തിന് നമ്മൾ കാണുന്ന സമയത്ത് അവരുടെ വ്യക്തി ജീവിതത്തിൻ്റെ അകത്ത് അവരെന്തായിരുന്നു എന്നുള്ളത് അറിയേണ്ട കാര്യം നമുക്കില്ല. കാരണം നമ്മുടെ ഓട്ടംതുള്ളൽ നടത്തുന്ന ഒരു വ്യക്തി, അതുപോലെ തന്നെ കൂടിയാട്ടം നടത്തുന്ന, അല്ലെങ്കിൽ കഥകളി നടത്തുന്ന, അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്ന, ഒരു അഭിനയിക്കുന്ന, ഇവരുടെ ലൈഫിൻ്റെ അകത്ത് ഇവർ പെണ്ണുപിടിയന്മാരാണോ, അവർ മറ്റേ കഞ്ചാവടിക്കുന്നവരാണോ എന്ന് പറഞ്ഞ് ഞാൻ നോർമലൈസ് ചെയ്ത് പറയുന്നതല്ല, അവരുടെ വ്യക്തി ജീവിതമാണ്. അതൊക്കെ അവരുടെ വ്യക്തി ജീവിതത്തിൻ്റെ ഉള്ളറകളിൽ നടക്കുന്ന വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. നടക്കാതിരിക്കാം. ബട്ട് അത് നമ്മൾ അറിയേണ്ട ഉണ്ടോ? ഇല്ല. നമുക്കറിയേണ്ടത് എന്താ? നമ്മുടെ കലയാണ്. അവരെന്ത് കലയാണോ, പാട്ടാണോ, ഡാൻസാണോ, മറ്റെന്തെങ്കിലും ഇതര കലകളാണോ, ആ കലകളിലൂടെ നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടോ ഇല്ലയോ, അതിൽ മാത്രമാണ് നമ്മുടെ പോയിന്റ്. അതിനപ്പുറത്തേക്ക് അവർ ബാഡായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നെങ്കിൽ, അവരിങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട തൊട്ടിത്തരങ്ങൾ കാണിക്കുകയും അത് സമൂഹത്തിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ആരാണെങ്കിലും നമ്മൾ നഖശിഖാന്തം എതിർക്കുകയും വേണം. ഈ മനുഷ്യൻ രക്ഷപ്പെട്ട് തിരിച്ചു വരട്ടെ, അതുപോലെ തന്നെ കലാജീവിതത്തിൽ മുഴുകട്ടെ. ഈ കല്ലെറിയുന്നവരാണെങ്കിൽ അതിനകത്ത് എന്താണ് ഇത്രത്തോളം കല്ലെറിയാൻ? എനിക്ക് ശരി, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ ആരോപിക്കുന്നവരോട് എൻ്റെ ഒരു ചോദ്യം, ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത്രയും ആരോപണങ്ങൾ ഇദ്ദേഹത്തിനെതിരെ അഴിച്ചുവിടുന്നത്? അദ്ദേഹം കല്യാണം കഴിച്ചതുകൊണ്ടാണോ? 1 വർഷത്തിന് ശേഷം കല്യാണം കഴിക്കാൻ പാടില്ലേ? അപ്പോൾ 5 വർഷം കഴിഞ്ഞാണോ കെട്ടേണ്ടത്? അതോ ഇദ്ദേഹം വേറെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായ തെളിവുകളോ മറ്റുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ കമൻറ്റ് ചെയ്യുക മാന്യമായി. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന ഗൈസ്, ബൈ.